ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഏതൊരു പ്രൊഫഷൻ ആയിരുന്നാൽ തന്നെയും നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ ഒരു എക്സ്പെർട്ടായി മാറാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും. ഏത് ഡിസൈൻ ഇൻഡസ്ട്രി ആയാലും, അത് ഗ്രാഫിക് ഡിസൈനിങ് ആയാലും, യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ് ആയാലും, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് ആയാലും ഒക്കെ തന്നെ നമുക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു തുടക്കക്കാർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓർത്തിരിക്കുക, നിങ്ങൾ കുറച്ച് സോഫ്റ്റ്വെയറുകൾ പഠിച്ചാൽ മാത്രം നമുക്ക് നല്ലൊരു ഡിസൈനറായി മാറാം എന്നുള്ളതില്ല. മറിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മികച്ച രീതിയിലുള്ള ഡിസൈൻസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു പ്രൊഫഷണലായി മാറാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ പഠിച്ചിറങ്ങിയ പല ആൾക്കാരോടും ഒരു വെബ്സൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാൽ പലരും പറയുന്ന ഒരു സ്ഥിരം ഒരു കാര്യമാണ്, അവർക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു പുതിയ ആപ്ലിക്കേഷൻ എന്തിനെക്കുറിച്ച് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാൽ അവർ ചിലപ്പോൾ സ്റ്റക്കായി പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നല്ല ഒരു ഡിസൈൻസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ഒരു വെബ്സൈറ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫേക്ക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് വെച്ചാൽ ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകളല്ല, മറിച്ച് എങ്ങനെയാണോ ഒരു കസ്റ്റമർ, ഒരു ഇന്ത്യക്ക് പുറത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് UI ഡിസൈനിങ്ങിലേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ തന്നെ എങ്ങനെയാണോ ഒരു ഇൻ്റർനാഷണൽ ക്ലയൻസ് നമ്മളോട് ഒരു പ്രോജക്റ്റ് തരുന്നത്, അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്, അതിനുശേഷം അവർ എന്തൊക്കെ ഫീഡ്ബാക്ക്സ് തരുന്നു, അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡമ്മി ആയിട്ട് അഥവാ സാമ്പിളായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് വെബ്സൈറ്റുകൾ. ഓക്കെ, അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു ക്ലയൻറ്റ് നമുക്ക് പ്രോജക്റ്റ് തരുന്നതും നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും ഒക്കെയുള്ള നമുക്ക് നല്ല ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടും. അത്തരത്തിൽ നിങ്ങൾക്ക് ഡിസൈൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു കസ്റ്റമറോട്, അതായത് ഒരു ക്ലയൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കാൻ ഈ വെബ്സൈറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനായി ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് fakeclients.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ സിമ്പിളായിട്ടൊരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഡിസൈൻ ഇൻഡസ്ട്രിയിലുള്ളവർക്ക്, ഏതൊരു ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നാലും നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോ ഡിസൈൻ, വെബ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ഇല്ലുസ്ട്രേഷൻ, UX ഡിസൈൻ, UI ഡിസൈൻ, റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ മികച്ച ഡിസൈൻ ജോബുകൾ ഇവിടെ കാണിക്കും. അതിൽ നിങ്ങൾ എന്ത് പ്രൊഫഷനാണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ UI ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ UI ഡിസൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെലിസ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയൻറ്റ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് ഇന്ന രീതിയിലൊരു പ്രോജക്റ്റ് വേണം, ഇന്ന രീതിയിൽ എനിക്കൊരു ജോബ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മളോട് ഒരു ഇൻ്റർനാഷണൽ ക്ലയൻറ്റ് നമ്മളോട് ചാറ്റ് ചെയ്യുന്ന രീതിയാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലോങ്ങർ ബ്രീഫ്, ആ പ്രോജക്റ്റ് എന്താണ്, പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ലോങ്ങർ ബ്രീഫ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID ഒക്കെ വെച്ചിട്ട് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ആ പ്രോജക്റ്റ് ചെയ്യാൻ പറയുന്നത്, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ ഉള്ളത് അവരിങ്ങനെ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു വെബ്സൈറ്റിൽ പറയുന്നത് പോലെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കണ്ട് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് അവർക്കായിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവരതിനെ റിവ്യൂ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ പ്രാക്ടീസ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും അതിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ കൃത്യമായ രീതിയിൽ ഒരു ക്ലയൻറ്റിൽ നിന്ന് ലഭിക്കുന്ന അതേ ഒരു പാഷനോട് കൂടി നമുക്ക് വർക്ക് കിട്ടി അത് ചെയ്ത് കൊടുക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെബ്സൈറ്റാണ് fakeclients.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, അത് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതിനകത്ത് എങ്ങനെയാണെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ബേസ് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റ് നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു സൂപ്പർ വെബ്സൈറ്റാണ് goodbrief.io എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് വന്നിരുന്നാലും ഇതുപോലെ കാണാം, ലോഗോ, ബ്രാൻഡിങ് ഐഡൻറ്റിറ്റി, ഇല്ലുസ്ട്രേഷൻസ്, പാക്കേജിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുകയാണ് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്കൊരു ഇല്ലുസ്ട്രേഷൻ ആണെങ്കിൽ ഇല്ലുസ്ട്രേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ചെയ്യാനാണെങ്കിൽ വെബ്സൈറ്റ് എടുക്കുക,
ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താഴെ ഒരു ജനറേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രീഫ് ഡീറ്റെയിൽസുകൾ താഴെ തരും. അപ്പോൾ അതിനകത്ത് കമ്പനി നെയിം കൊടുത്തിരിക്കും, കമ്പനിയെക്കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും, ആ ജോബ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും, അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് ചെയ്ത് തീർക്കണം, എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് തന്നെ ഈ ഒരു കമ്പനി നെയിമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഒരു മേഖലയിൽ നിന്നുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഒരു സൈറ്റാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫാഷൻ ലെവലിലുള്ളതാണെങ്കിൽ അതൊക്കെ ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മേഖല ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ആവശ്യമായ നിങ്ങൾക്ക് തന്നെ അവരൊരു കമ്പനി നെയിം തരും, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനൊക്കെ തരും. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കി ആ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ്, ഒരു നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോബിന് ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ വർക്ക് അയച്ചു തരുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് തുടങ്ങിയ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ അപ്രോച്ച് നിങ്ങൾക്കുണ്ടാകും. അല്ലാതെ നമ്മൾ ഡിസൈൻ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ച് ഏതെങ്കിലും ഡ്രിബിളിൽ നിന്നോ ബിഹാൻസിൽ നിന്നോ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്ത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം പോരാ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഡിസൈനറായി മാറാൻ. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസിന് നല്ലതാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റിയൽ ലൈഫിലുള്ള പ്രാക്ടീസ്, റിയൽ ആയിട്ടൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വന്ന് നമ്മളോട് പറയുന്ന അതേ ഫീലോടുകൂടി തന്നെ നമുക്കൊരു പ്രോജക്റ്റ് കണ്ട് അതിൻ്റെ ബ്രീഫ് മനസ്സിലാക്കി അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു വെബ്സൈറ്റാണ് dailyui.co എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് UI ഡിസൈൻ ഇൻഡസ്ട്രിയിലോട്ട് ബന്ധപ്പെട്ട കുറേ ഇൻസ്പിറേഷൻസുകളും കുറേ ഡെയിലി ചലഞ്ചുകളും ഡിസൈൻ ചലഞ്ചുകളൊക്കെ അവർ നമുക്ക് ഇമെയിലായിട്ട് അയച്ചു തരും. അതിനകത്ത് നിങ്ങൾക്ക് കയറി അതിനകത്ത് അവർ പറയുന്നത് പോലുള്ള ചലഞ്ചിങ് ഡിസൈൻസുകൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഡിസൈൻസുകളൊക്കെ തന്നെ എല്ലാം ഹൈലി പ്രൊഫഷണൽ ആയിരിക്കും, വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല ബ്രീഫിങ്ങിലായിരിക്കും അവർ പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയും നിങ്ങൾക്ക് അതുപോലുള്ള ഒരു ഫ്രഷ് പ്രോജക്റ്റുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൈറ്റുകളൊക്കെ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അതിൽ പറയുന്നത് പോലുള്ള പ്രോജക്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് എന്നാണല്ലോ പറയുന്നത്. അത് നമ്മുടെ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യാനും കൂടുതൽ പ്രൊഫഷണലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇനി ഡിസൈൻ ജോബ്സുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇത്തരം സൈറ്റുകളിൽ വന്ന് വളരെ റിയൽ ലൈഫ് പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.